So this is my 2015 model RC390 BS3 ആണ്. ആൻഡ് വണ്ടി ക്രാഷ് ആയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്ലാന് മാക്സിമം ഇത് സ്ട്രിപ്പ് ചെയ്യുക, ഇതിൻ്റെ ഡാമേജസ് എന്തൊക്കെയാണെന്ന് നോക്കുക, മാക്സിമം നമ്മളെ കൊണ്ട് റിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ റിപ്പയർ ചെയ്യുക, അതാണ് പ്ലാന്. ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 1 month ആയി ക്രാഷ് ആയിട്ട്. എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ നിന്നാണ് ക്രാഷ് ആയത്. അപ്പോൾ വലിയ ഡാമേജ് ഇല്ല, കുറച്ച് പാർട്സ് പൊട്ടിയിട്ടുണ്ട്, പിന്നെ TCMന് വെൻ്റുണ്ടാകുന്ന ഡൗട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മളെ കൈ കൊണ്ട് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് എന്താ പറയുക, ഒരു പ്രോപ്പർ ബിൽഡ്, അങ്ങനെ പറയാം, റിപ്പയർ ബിൽഡ് നമ്മുടെ കൈക്ക് തന്നെ, പുറത്ത് ഷോറൂമിൽ കൊടുക്കാതെ ലേബർ ചാർജ് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അങ്ങനെ വിചാരിച്ച് ട്രൈ ചെയ്യാൻ പോവാണ്. ഞാനുണ്ട്, ജസീമുണ്ട്, കുറച്ച് ലിമിറ്റഡ് ടൂൾസും ഉണ്ട്. അപ്പോൾ അത് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. അറിയില്ല എന്താവുമെന്ന്, എന്നാലും നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് അവസ്ഥ. ഫ്രണ്ട് വൈസറൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്, DRL ചെറിയ പൊട്ടലുണ്ട്, പിന്നെ ഈ പീസ് ഇവിടെ ഈ സൈഡിൽ പൊട്ടലുണ്ട്, കിറ്റിൻ്റെ ഒരു ചെറിയ പൊട്ടലുണ്ട്. അപ്പോൾ മാക്സിമം സേവ് ചെയ്യാൻ പറ്റുന്ന പാർട്സ് നമ്മൾ സേവ് ചെയ്യും, ബെൻഡുള്ളതൊക്കെ നൂത്ത്, ബാക്കി റീപ്ലേസ് ചെയ്യാമെന്നുള്ളത് റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം പിന്നെ കുറച്ച് വർക്ക് അറിയാമെന്നുള്ളത് കൊണ്ടും ഞാനും ജസീമും ഉള്ളത് കൊണ്ടും കാര്യങ്ങൾ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോക്കാം എന്താവുമോ എന്നുള്ളത്. ഒരുപാട് നാളായിട്ട് എടുത്തിട്ട് വണ്ടി ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കും ജസീമ്. അപ്പോൾ ജസീമിൻ്റെ വീട്ടിലെ വണ്ടി 1 മാസമായിട്ട് വെച്ചിരുന്നത്, ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിടുമായിരുന്നു. എന്താ അവസ്ഥയൊന്നും അറിയില്ല. വണ്ടി ഇതാ ഇപ്പോഴും കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്ത്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വണ്ടി റണ്ണിങ് ആണ്. പക്ഷേ ഈ ഒരു ക്രാഷ് ആയതുകൊണ്ട് എനിക്ക് റെഡിയാക്കാതെ പുറത്തിറക്കാൻ ഒരു മടി. പുറത്ത് കൊടുത്ത് ചെയ്യാനേക്കാൾ നല്ലത് അത്യാവശ്യം കുറച്ച് വർക്ക് എനിക്കറിയാം. ജസീം പണി തുടങ്ങിയിട്ടുണ്ട്. ജസീം ദ വർക്കർ. നോക്കാം.
അപ്പോൾ കിറ്റ് മൊത്തം ഇളകി. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ടയർ TCM വേണ്ടായതുകൊണ്ട് ടയർ ബാഗിലോട്ട് ഒന്ന് ഈ ബോഡിയിൽ ചെറിയൊരു പിടുത്തം ഉണ്ടായിരുന്നു. ഈ അണ്ടർവെല്ലിൽ ഇതാകണ്ട അണ്ടർവെല്ലിൽ ചെറിയൊരു പിടുത്തം ഉണ്ടായിരുന്നു കണ്ടോ. പിന്നെ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എന്താണ് ലൈക്ക് വേറെ എന്തെങ്കിലും ഓട്ടിക്കുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. TCM ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചാസിനോട്ട് കയറിയിട്ടില്ല. TCM ഒന്ന് ഇളക്കി നോക്കണം. അപ്പോൾ അതിന് പാഡോക്സാനോ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് എഞ്ചിനിൽ സപ്പോർട്ട് കൊടുത്തിട്ട് ഫ്രണ്ട് പൊക്കി ഇറക്കി TCM അല്ലെങ്കിൽ ഫോർക്ക് ടയർ ഫോർക്ക് കാര്യങ്ങൾ ഇറക്കി TCM ഇളക്കി. TCM ഇൻ കേസ് ചെറിയ ബെൻഡേ ഉള്ളുവെങ്കിൽ നമുക്ക് ലേത്തി കൊടുത്ത് ബെൻഡ് മാറ്റാം. ഇല്ലയെന്നുണ്ടെങ്കിൽ TCM റീപ്ലേസ് ചെയ്യേണ്ടി വരും. അത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മാറാമെന്നുള്ളതേ ഉള്ളൂ. എളുപ്പമാണ് കോൺസെപ്റ്റൊക്കെ മാറിയിട്ട് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ജസ്റ്റ് എന്തായാലും നമ്മളൊന്ന് ഓടിച്ച് നോക്കാൻ പോവാണ്. ഡോക്ടർ നേക്കഡ് സ്പോർട്സ് അങ്ങനെയും പറയും. ഓടിച്ച് നോക്കി. ഇപ്പോൾ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ TCM വിളക്കുക. അപ്പോൾ വണ്ടി നമ്മൾ ലിഫ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. കല്ലിലാണ്. നമ്മുടെ പാഡോക് സ്റ്റാൻഡൊന്നുമില്ല. പാഡോക് സ്റ്റാൻഡ് കിട്ടും, പക്ഷേ അത് ഒരു ദിവസം കഴിയും. അപ്പോൾ ഇതിങ്ങനെ ഡിലേ ആക്കണമെന്ന് വിചാരിച്ചപ്പോൾ തൽക്കാലം എന്തായാലും TCM വിളക്കി ബെൻഡ് ഉണ്ടെങ്കിൽ നേരെ ലൈറ്റിൽ കൊണ്ടുപോയി ബെൻഡ് മാറ്റാൻ കൊടുക്കുക എന്നുള്ളതാണ് പ്ലാന്. ഓൾറെഡി ഇതാ TCMൻ്റെ ഇവിടുത്തെ ബോൾട്ടൊക്കെ ലൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഫോർക്ക് ഊരണം. ഫ്രണ്ട് അലോയ്സ് കാര്യങ്ങളെല്ലാം ഊരി അടുത്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഒരു ഫോക്ക് നമ്മൾ ഇളക്കി. ഇവിടുത്തെ രണ്ടാമത്തെ ഫോക്ക് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ മേളത്തെ കണക്ഷൻ ഇളക്കിയാൽ മതി. അപ്പം അതിലോട്ട് തിരിയാം. നമ്മുടെ ഉള്ള ടൂൾസിലാണ് കേട്ടോ ഇളകുന്നത്. നമ്മളതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഫുൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ടൂൾസൊന്നും നമ്മളില്ല. അല്ലെങ്കിൽ സെറ്റ് ഒരു ബോക്സ് മേടിച്ചതും നല്ല വെച്ചിട്ടുള്ള ടൂൾസ് ഉള്ളതിലൊക്കെയാണ് ഇപ്പോൾ നമ്മളിത് മൊത്തം ഇളക്കുന്നത്. അങ്ങനെ സെക്കൻഡ് ഫോർക്ക് നമ്മൾ ഇളകി കഴിഞ്ഞു. ഫോർക്കിന് വലിയ ബെൻഡൊന്നുമില്ല കേട്ടോ. ഓക്കെയാണ്. നമ്മൾ ബോൾട്ടൊക്കെ ഫോർക്കിൻ്റെ ബോൾട്ടും ABSൻ്റെ സെൻസറിൻ്റെ ബോൾട്ടൊക്കെ അതിൽ തന്നെ വെച്ച്. കാരണം എങ്കിൽ മിസ്സായി പോകുന്നത്. നെക്സ്റ്റിന് TCM ഇളക്കുക. അതാണ് പ്ലാൻ. TCMൻ്റെ ബോൾട്ട് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഇനി 5ൻ്റെ 2 അലങ്കി വരും. ഈ വയറിങ്ങും കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു. അത് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് TCM ഫ്രീ ആയിട്ട് നോക്കാം. ഫോർക്കിൻ്റെ ടോപ്പ് ലൈറ്റ് നമ്മൾ ഇളക്കി. ഇനി കോണം ബോളിൻ്റെ TCM പിടിപ്പിച്ചിരിക്കുന്ന ഈ നട്ടും ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ TCM ഇളകിയത്. അപ്പോൾ TCM പ്ലാൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അതിൽ മനസ്സിലാകും. അത്യാവശ്യം തകണ്ട തുരുമ്പൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. കോണം ബോൾ മാറാൻ ഓൾറെഡി ടൈം ആയിട്ടുണ്ടായിരുന്നു ഈ വണ്ടിയിൽ. ആ ടൈമിലാണ് ക്രാഷ് ആയത്. TCM ഇളകും. ഇത്രേ ഉള്ളൂ. TCMന് നമ്മൾ ചെറിയ ബെൻഡ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഉണ്ട് വേണ്ട ഇങ്ങോട്ടായി. ഈ സൈഡ് പൊങ്ങിപ്പോയി. അതാണ് ബാക്ക് ഇങ്ങോട്ടായി പോയത്. കണ്ടോ, ഈ സൈഡ് പൊങ്ങിയും ഈ സൈഡ് താന്നോണ്ട് നിൽക്കുന്നു. TCMൻ്റെ ബെൻഡ് നമുക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് കോണം ബോളിൻ്റെ അവസ്ഥ. അതുകൊണ്ട് തുരുമ്പുണ്ടോ, ഇതാണ് അവസ്ഥ. ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് നമുക്ക് ഇടാൻ പറ്റും. റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് ചെയ്ത് നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ കോണം ബോൾ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ക്ലീൻ ചെയ്ത് ഗ്രീസ് കിട്ടാൽ മാത്രം മതി. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് അത് ആ ഓപ്ഷൻ തന്നെ നമുക്ക് പറയില്ല. മാക്സിമം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഭാഷ നമ്മൾ സേവ് ചെയ്യും. ഈ റബ്ബർ, ഈ ബോൾ ഇരിക്കുന്ന റബ്ബർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോൾ മൊത്തം ഒന്ന് ഗ്രീസ് ചെയ്ത് ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെ റീയൂസ് ചെയ്യാൻ പറ്റും. മേളിലും അതുപോലെ തന്നെ. അല്ലാതെ ഈ ഇടിയിൽ ഇവിടെ എന്തെങ്കിലും ഓവലായി പോവുകയോ അല്ലെങ്കിൽ ഈ ചെയ്സിൻ്റെ ഇവിടെ പറഞ്ഞ ഭാഗത്ത് എന്തെങ്കിലും ഓവലായി പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാറേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ പ്ലേറ്റ് കാണുമ്പോൾ മേലത്ത് പിന്നെയും കുഴപ്പമില്ല കേട്ടോ. തിരുമ്പ് വരട്ടില്ല കണ്ടോ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. സോ ഇറ്റ്സ് ഡേ 2. ഞങ്ങൾ കുറച്ച്
കാര്യങ്ങളൊക്കെ നോക്കി ചേസൊക്കെ നല്ലപോലെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈ ചെറിയൊരു ബെൻഡുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ചെയ്യാന്നുള്ളേ ഉള്ളൂ. കറക്റ്റ് അളവിന് നമുക്ക് നൂത്തെടുക്കാൻ പറ്റും. അതിന് ട്രിവാൻഡ്രത്ത് തന്നെ ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ട് കൊടുക്കാൻ. അപ്പോൾ ഇന്നത്തെ പരിപാടി മാക്സിമം പറ്റുന്നതെല്ലാം സ്ട്രിപ്പ് ചെയ്യുക. മൊത്തം സ്ട്രിപ്പ് ചെയ്യാനുള്ള ടൂൾസ് ഞങ്ങളെ ഇല്ല. മാക്സിമം പറ്റുന്നത് സ്ട്രിപ്പ് ചെയ്ത് നിന്നെടുക്കുക. മാക്സിമം ഊരിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഊരിയെടുക്കുക. വണ്ടിയുടെ ചേസ് ആക്കണം, അതാണ് പ്ലാൻ. അപ്പോൾ ബാക്കി നോക്കാം, പറ്റുന്ന അത്രയും പൊളിക്കാനുള്ള പ്ലാനിൽ നിൽക്കുകയാണ്. ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് അപ്ഡേറ്റ്. ഞാൻ ജസ്റ്റിയും കൂടെ ഏകദേശം എല്ലാം ഇളക്കി ഇറങ്ങിയിട്ട് സെപ്പറേറ്റ് ചെയ്തു. കയ്യ കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ചെയ്തു. ഇനി നമുക്കിതാ ഈ സിങ്ങാമും ചേസും തമ്മിൽ മാറ്റാനുള്ള ചൂള് ഞങ്ങളെ ഇല്ല. ആ റിങ്സ് 22 റിങ്സ് ഞങ്ങളെ ഇല്ല. അതിപ്പോൾ എവിടെയെങ്കിലും ഒപ്പിച്ചുകൊണ്ടൊന്ന് ഒരു പാരക്ഷാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാരക്ഷാനും കൂടെ വെച്ചതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഇളക്കാം. പിന്നെ എഞ്ചിൻ വേണമെങ്കിൽ ഇപ്പോൾ ഇളക്കാം. ബാക്കി വയറിങ് എല്ലാം മാറ്റിയിട്ടുണ്ട്, എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ ബോൾട്ട് മാത്രം ഇളക്കിയാൽ മതി. എഞ്ചിൻ ബോൾട്ട് ഇളക്കാനുള്ളത് ഞങ്ങളെ ഉണ്ട്. പക്ഷേ സിങ്ങാം ഇളക്കാനുള്ളതും ചേസും സിങ്ങാമും ഇളക്കാനുള്ളതില്ല. കാരണം അതൊന്ന് ലൂസായതിനു ശേഷം നമുക്കിന്ന് ഇളക്കാൻ പറ്റുള്ളൂ. കാരണം പാരക്ഷാനും വേണം. ലൈക്ക് നമ്മുടെ ഐഡിയയിൽ വേറെ എങ്ങനെയും ചെയ്യാമെന്ന് നമുക്കറിയില്ല. നമ്മളിപ്പോൾ ടീ ബ്രേക്ക് എടുത്തു, കൈക്ക് മണി കിട്ടി. അപ്പോൾ എല്ലാം റൂട്ടെല്ലാം ഞങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചു. വയറിങ്ങിൻ്റെ പ്ലഗിൻ്റെ കാര്യങ്ങളെല്ലാത്തിനും ഫോട്ടോ എടുത്ത് വെച്ചു. എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ഇതെല്ലാം ഇനി വാഷ് ചെയ്യും കേട്ടോ. ഞങ്ങൾ വയറിങ് കിറ്റ് ക്ലീൻ ലൈക്ക് കൈ കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് ക്ലീൻ ചെയ്യും. ബാക്കിയുള്ള ഫിൽറ്റർ, ടാങ്ക്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, റേഡിയേറ്റർ, പിന്നെ പെയിൻറ്റ്, പിന്നെ ചേസ് പെയിൻറ്റ് ചെയ്യേണ്ടി വരും. കാരണം അത് റീവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പെയിൻറ്റ് ചെയ്ത് അലോയ്സും പെയിൻറ്റ് ചെയ്യാണ്ട് അതും പെയിൻറ്റ് ചെയ്തു. ലൈക്ക് വണ്ടി ന്യൂ ആയിട്ട് തന്നെ ഇറക്കാനാണ് നമ്മുടെ പ്ലാന്. ഞങ്ങൾ തന്നെ ബിൽഡ് ചെയ്യുക. വേറെ ഇനി പുറത്ത് കൊടുക്കാനുള്ള പരിപാടിയൊന്നുമില്ല. ചെറിയൊരു ലീക്ക് ഉണ്ട് ചില്ല് ഓസിലൊക്കെ. അപ്പോൾ ആ ഒരു ഓറിങ്ങും കാര്യങ്ങളൊക്കെ മാറാനുള്ളതെല്ലാം മാറണം. എന്തായാലും എഞ്ചിൻ ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങളൊരു ഫ്രണ്ടുണ്ട് ഇവിടെ KTMൻ്റെ വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരനെ കൊണ്ട് കൊടുത്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരെല്ലാം ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ സത്യം പറഞ്ഞാൽ ഒരു ടൂൾസ് ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ റെഡി അല്ലടാ ചെയ്യാം. അതേ ഉള്ളൂ. ബാക്കിയെല്ലാം ചെയ്തു ഇങ്ങനെ ഇരിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു. ബാക്കിയെല്ലാം ബെൻഡ് വൈപ്പ്, ബാറ്ററി, ABS യൂണിറ്റ് ആകട്ടെ. മൊത്തം എല്ലാം ഫോട്ടോ എടുത്തും ടാഗ് ചെയ്തും മാർക്ക് ചെയ്തും ഇളക്കിയതാണ്. തിരിച്ച് വെക്കുമ്പോൾ കുരുങ്ങും അല്ലടാ, സ്വാഭാവികമായിട്ടും കുരുങ്ങും. അങ്ങനെയൊക്കെ തന്നെ പഠിക്കണം. എന്താണെന്നുള്ളത് നോക്കാം. എന്തായാലും വരുന്നത് വരും. അത്ര തന്നെ. ഇത്ര ഇളക്കാമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ റൂട്ടും ABSൻ്റെ എന്താ പറയുക, ABS ചേസിൽ പിടിപ്പിക്കുന്നതിന് കുറേ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ലൈനർ എല്ലാം സെൻസറിൻ്റെ ലൈനിങ് എല്ലാം ഞങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ധൈര്യത്തിന് വേണ്ടി എടുത്ത് വെച്ചതാണ്. 6 ടയർ ജസീമിൻ്റെ താത്താടെ ഏറ്റവും അതു സേ ഹായ്. അപ്പോൾ ബാക്കി ഇനി ടൂൾസ് ഒപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. നമ്മൾ പാഡൊക്കെ ഒപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ പോകും. അതിൻ്റെ കൂടുതൽ ടൂൾസ് കൊണ്ട് ഒപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നേനെ മൊത്തം ഇളക്കും. വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഇത് വയറിങ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. നോക്കാം. ഓക്കെ. അപ്പോൾ അപ്ഡേറ്റ്, എൻജിൻ റിമൂവ് ചെയ്തു, സിങ്ങാമും സെറ്റും റിമൂവ് ചെയ്തു. ചേസിന് ഇതാ സെപ്പറേറ്റ് വേണ്ട. ചേസിന് ഇതാ ഇവിടെയാണ് പ്രശ്നം വേണ്ട. ചേസും ഇനിയപ്പോൾ നാളെ റിപ്പയറിന് കൊണ്ടു കൊടുക്കുക. അപ്പോൾ അത് ബാക്കി കിട്ടുന്നത് എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനൊന്നുമില്ല കാരണം സിങ്ങാമ് മാത്രമായിട്ട് അതിനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് സെറ്റായിട്ട് തന്നെ ഊരിയെടുത്തു. എൻജിൻ അല്ല സെപ്പറേറ്റ് എൻജിൻ ടോട്ടൽ ബോഡി ഇളക്കാണ്ട് എൻജിൻ സെറ്റോടെ എല്ലാം ഊരിയെടുത്തു. അതും ക്ലിയർ ചെയ്ത് ബാക്കി സാധനങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. അത്യാവശ്യമുള്ള ടൂൾസ് കുറച്ച് ഞങ്ങൾ പുറത്തുനിന്നൊരു ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്ന് എടുത്തു. ബാക്കിയുള്ളതൊക്കെ നമ്മൾ മേടിച്ചതും അല്ല നമ്മളുള്ളതെല്ലാം കഴുകി എല്ലാം വൃത്തിക്ക് ചെയ്തു. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റിൽ ചേസ് ബെൻഡ് നോക്കാൻ കൊണ്ടുപോകുന്ന സ്ഥലവും അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ചേസ് കൊണ്ടുപോകുമ്പോഴും ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നും അവിടെ എത്ര ദിവസം എടുക്കും, എത്ര റേറ്റ് ആവും, കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്ത് അത് നമുക്ക് എപ്പിസോഡ് 2 ആയിട്ട് അല്ലെങ്കിൽ പാർട്ട് 2 ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. നാളെ കൊണ്ടുവന്നതും ചേസ് അവിടെ കൊടുക്കുന്നതും എല്ലാം കൂടെ ആയിട്ട്. അപ്പോൾ സീ ഓൺ നെക്സ്റ്റ് വീഡിയോ. ഇതിൻ്റെ അപ്ഡേറ്റ് ഉടനെ വരുന്നതായിരിക്കും. വണ്ടിയുടെ മോസ്റ്റ്ലി ഞങ്ങൾ തന്നെ ആയിരിക്കും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്രാഷ് ഡാമേജ് ഞങ്ങൾ തന്നെ ചെയ്യുന്നതായിരിക്കും. DIY അല്ലടാ, DIY ആണ് DIY ആണ്
DIY ആ ഓക്കെ കൺഫ്യൂഷനാണ് കേട്ടോ. എന്തോ ആവട്ടെ നമ്മൾ ചെയ്യുന്നു അത്രയേ ഉള്ളൂ. അതാണ് പ്ലാൻ. അപ്പോൾ നെക്സ്റ്റ് കാണാം. ഓക്കെ.